ഹലോ എവരിവൺ, നമ്മുടെ SSC എക്സാമിന്റെ CPO എക്സാമിന്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ എല്ലാവരുടെയും കണ്ടിട്ടുണ്ടാവും, എല്ലാവരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. പക്ഷെ അതിലൊരു കാര്യം മാത്രം പല ആളുകളും, മെജോറിറ്റി ആളുകളും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. അത് എന്താണെന്ന് പറയാനും അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടും അതൊന്ന് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്കറിയാം, 26-ാം തീയതി മുതൽ നമ്മുടെ CPOയുടെ അപ്ലിക്കേഷൻ നമുക്കറിയാം, ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്യാനുള്ള സൈറ്റ് എന്ത് ചെയ്യാം, ഓപ്പൺ ആയിട്ടുണ്ട്. 26-ാം തീയതി മുതൽ, ഈ മാസം 26-ാം തീയതി മുതലായിരുന്നു. ആൻഡ് 16-ാം തീയതി വരെ, അടുത്ത മാസം ഒക്ടോബർ 16 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് 16-ാം തീയതി വരെയാണ്. അപ്പൊ ആ 16-ാം തീയതി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും 16-ാം തീയതി വരെ വെയിറ്റ് ചെയ്തിരിക്കരുത്, ആ ഒരു ലാസ്റ്റ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. എത്രയും പെട്ടെന്ന്, എത്രയും നേരത്തെ തന്നെ ഈ അപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഇനി അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഓൺലൈൻ ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17-ാം തീയതിയാണ്. ഓക്കെ, അപ്പൊ 17-ാം തീയതി എന്ത് ചെയ്യാം, നമുക്ക് അവസാന ദിവസമാണ്. അതും നിങ്ങൾ ആ ഒരു ദിവസത്തേക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 17-ാം തീയതി ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ ഈ ഫീ അടച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. ഇനി എന്തെങ്കിലും എഡിറ്റിങ്ങോ അല്ലെങ്കിൽ കറക്ഷനോ വേണ്ടിയിട്ട്, അപ്ലിക്കേഷൻ ഫോമിലെ കറക്ഷന് വേണ്ടിയിട്ട് 24-ാം തീയതി മുതൽ 26-ാം തീയതി, അടുത്ത മാസം ഒക്ടോബർ 24 മുതൽ 26 വരെ സൈറ്റ് ഓപ്പൺ ആവും. ആ സമയത്ത് എന്തെങ്കിലും എഡിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അതും എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മാക്സിമം ഒരു എഡിറ്റും ഇല്ലാതെ ആദ്യത്തെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്നെ കൃത്യമായിട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ 24-ാം തീയതി മുതൽ 26-ാം തീയതി വരെ സൈറ്റ് ഓപ്പൺ ആയിരിക്കും, അതും ചെയ്യാം. ഇനി CBTയുടെ ഡേറ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നവംബർ ഡിസംബർ, ഈ വർഷം തന്നെ നവംബർ ഡിസംബറിലായിരിക്കും. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ അല്ലേ. അപ്പം എല്ലാവരും ആ ഒരു തിരക്കിൽ, ഒരു വേവരാതിയിലും വെപ്രാളത്തിലും ഒക്കെ നിൽക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ മേ ബി ആ ഒരു പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകളുണ്ടാവും. അപ്പൊ നിങ്ങളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമുക്ക് ഓൾറെഡി സൈലം SSCയുടെ CPO ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, എല്ലാം അവിടെ PDF-കളായിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഈ പറയുന്ന CPO എക്സാമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും എടുത്ത് നല്ല ക്ലാസ്സുകൾ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം SSCയുടെ CPO ക്ലാസ്സസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. കാരണം ഈ ഒരു ബാച്ച് അല്ലെങ്കിൽ ക്ലാസ്സസ് ഒക്കെ, ലൈവ് ക്ലാസ്സുകളൊക്കെ എൻ്റെ 2 ടോപ്പിക് സിലബസ് മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്തു നോക്കാം. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, കാരണം ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ക്ലാസ്സസ് കണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഡേറ്റ്സ് ഒക്കെ ഓക്കെ ആണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് വാക്കൻസീസ് വരുന്നത്, എന്തൊക്കെ വാക്കൻസീസ് ആണ്. ഇപ്പോ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് മെയിൽ ആണെങ്കിൽ എത്ര വാക്കൻസി വരുന്നുണ്ട്, 142ഓളം വാക്കൻസി വരുന്നുണ്ട് കേട്ടോ. വാക്കൻസീസ് ഔട്ട് ആയിട്ടുണ്ട്. ഇനി ഫീമെയിൽ ആണെങ്കിൽ സെയിം ആ ഒരു പോസ്റ്റ് തന്നെ ഫീമെയിൽസിനാണെങ്കിൽ 70 വാക്കൻസി വന്നിട്ടുണ്ട്. ടോട്ടൽ 70 വാക്കൻസി വന്നിട്ടുണ്ട്. ഇനി സബ് ഇൻസ്പെക്ടർ GD ആണെങ്കിൽ, ഇൻ CAPF ആണെങ്കിൽ 2861, അതായത് സബ് ഇൻസ്പെക്ടർ GD പോസ്റ്റിലേക്ക് ഇത്രയും വാക്കൻസി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും വാക്കൻസി ഉണ്ട്, അതനുസരിച്ച് കൃത്യമായിട്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇവൻ സൈലത്തിന്റെ ക്ലാസ്സുകളാണെങ്കിലും ഉണ്ട്, എല്ലാം വെച്ച് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്കറിയാം, ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 25 വയസ്സാണ് CPOക്ക് വരുന്നത്. അതായത് 2000 ഓഗസ്റ്റ് 2 അതിന്റെ മുന്നേ ജനിച്ച ആളുകളാവാൻ പാടില്ല. 2000 ഓഗസ്റ്റ് 2 ശേഷമായിരിക്കണം. പക്ഷെ എന്തിൽ കൂടാൻ പാടില്ല, 2005 ഓഗസ്റ്റ് 1 മേലേക്ക് പോകാൻ പാടില്ല. അപ്പം ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിൽ ജനിച്ച ആളുകൾ, അല്ലെങ്കിൽ നിലവിൽ 25 വയസ്സാണ് നമ്മുടെ ഒരു മാക്സിമം ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെ, ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത്, എക്സാം പാറ്റേണിൽ വന്ന മാറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സിലബസ് മാറിയിട്ടില്ല, എല്ലാം സെയിം തന്നെയാണ്. അതായത് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ചെറിയൊരു ക്ലാരിറ്റി ചില ആളുകൾക്ക് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സിലബസിൽ യാതൊരുവിധ മാറ്റവും ഇല്ല കേട്ടോ, എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ അത് അറ്റൻഡ് ചെയ്യേണ്ട രീതി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇംഗ്ലീഷിലെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 200 തന്നെയാണ്. ഓക്കെ, 200 മാർക്കിനാണ്, 2 മണിക്കൂറാണ്. പക്ഷെ ഇതെന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ, 4 സെഷനുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 30 മിനിറ്റിന്റെ 4 കാറ്റഗറി അല്ലെങ്കിൽ 4 സെഷനുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു മാറ്റം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. അതായത്
ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ 200 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യല്ല, 30 മിനിറ്റിന്റെ അരമണിക്കൂറിന്റെ 4 സെഷനുകളായിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആ കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഇത് ചെറിയ മാറ്റമാണെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസ് ആണത്, ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കാണണം. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട് അല്ലെങ്കിൽ ഈ ഒരു മാറ്റം, ഇംഗ്ലീഷിൽ വന്ന ഈ ഒരു മാറ്റം അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, മാക്സിമം എല്ലാവരെയും അറിയിക്കാൻ നോക്കുക. സോ ദാറ്റ്സ് ഓൾ. ഇനിയുള്ള ടൈം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സസ് ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ സൈലത്തിന്റെ കൂടെ പഠിക്കാം, ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കും. ബൈ ബൈ.